ഹായ് ഹലോ, നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് മാത്രം മതി. അപ്പോൾ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്കൊരു കൊക്കോക്കായ കിട്ടി. അപ്പോൾ കൊക്കോക്കായ കിട്ടിയപ്പോൾ നമുക്ക് ഇതായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി നോക്കാമെന്ന് തീരുമാനിച്ചു. അതിനായിട്ട് ആദ്യം കൊക്കോക്കായ ഒന്ന് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഫ്രൂട്ട് ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് ഒന്ന് വെയിലത്തിട്ടിട്ട് ഉണക്കണേ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. കുറച്ച് ഐറ്റംസ് മാത്രം മതി. പാൽപ്പൊടി, കൊക്കോ പൗഡർ, പഞ്ചസാര, അത് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ആവശ്യത്തിന് നെയ്യും. അങ്ങനെ ഫ്രൂട്ടൊക്കെ മുറിച്ച് ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അത് തിന്നണ ഒരു എക്സൈറ്റ്മെൻറ്റാണത്. അങ്ങനെ വെയിലത്തിട്ട് ഉണക്കിയതിൻ്റെ ശേഷം അതൊന്ന് വറുത്തെടുക്കണം. ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. വറുത്തിട്ട് ഇങ്ങനെ തൊലി ഇങ്ങനെ പോരുന്ന രീതിയിലാവുമ്പോൾ വേവ് പാകമായിട്ടുണ്ടാവും. അതിന് നമുക്കത് പൊടിച്ചെടുക്കണം. മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചിട്ട് നല്ല തരിക്കണേ. ഇത് ഞങ്ങൾ വലിയ തരിപ്പറ്റാണ് തരിച്ചത്, ജ്യൂസൊക്കെ അടിക്കണേ. അപ്പോൾ അതല്ല, നല്ല ചെറിയ തരിപ്പറ്റാവുമ്പോൾ ഒന്നുകൂടി നല്ല നൈസായിട്ട് കിട്ടും. അതിലാണ് നല്ലത്. ഇത് ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, പക്ഷേ ചെറിയ തരി ഉണ്ടായിരുന്നു. അപ്പം നല്ല ചെറിയ നൈസ് തരിപ്പലാണെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും. പിന്നെ അതിലേക്ക് തന്നെ പൊടിച്ചതിലേക്ക് തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. വെള്ളം ഏറാൻ പാടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് വ്യൂസ് ഉണ്ടാവലുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പാൽപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയില്ലാതെ കലക്കിയെടുക്കണേ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് കുറുക്കിയെടുക്കുക. ഇങ്ങനെ നേരിട്ട് പാനിൽ ഒഴിക്കാതെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ചുവട് കട്ടിയിലൊരു പാത്രം എടുത്തിട്ട് അതിലും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നെയ്യ് ഒഴിച്ച് ഇത് കുറുക്കിയെടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ ചോക്ലേറ്റിൻ്റെ കളറൊക്കെ ആയി വരുന്ന അതേ പരുവത്തിലായി കിട്ടണേ. ഐസിൻ്റെ ട്രേ കാണില്ലായിരുന്നു വീട്ടിൽ. അപ്പോൾ ഞങ്ങളൊരു പ്ലേറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു എണ്ണ തടവിയ പ്ലേറ്റിലേക്ക് ഈ ഇത് കൂട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുക. ഞങ്ങൾക്ക് പിന്നെ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് ഇങ്ങനെ കൂടുതൽ ടൈം തണുക്കാനൊന്നും കാത്തു നിന്നിട്ടില്ല. ഞങ്ങൾ വേഗം തന്നെ എടുത്തിട്ടുണ്ട്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ലേ, സാധാ ചോക്ലേറ്റ് പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കിട്ടുകയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ.